ഒരു ഈശ്വര പ്രാർത്ഥനയിലൂടെ നമുക്ക് കുടുംബശ്രീ ബോസ് മത്സരത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കൂ തങ്ക. ഈ മത്സരം നോക്കി നടത്താൻ നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ? ഓ, എന്ത് പോരെ? അപ്പൊ ഇത് 5 ദിവസത്തേക്കൊന്നും പോവില്ല. മിസ്റ്റർ തങ്കൻ, ഈ കളിയിൽ നിന്ന് പുറത്താക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് നിന്ന് കളിക്കണം. ശരി, ഞാൻ നിർത്തി. ശരി, ആദ്യം ആരെങ്കിലും ഈശ്വര പ്രാർത്ഥന പാടിക്കോളൂ. ഒന്ന് നിർത്തി. ഇതെന്തിര്? ആരെങ്കിലും ഒരാൾ പാടി. എന്റെ ഓമന പാടും. എന്നാ ശരി, ഓമന പാടി. ഇതെന്തിര്? ഈശ്വര പ്രാർത്ഥന. അയ്യേ, മതി. ഈശ്വര പ്രാർത്ഥനയൊക്കെ പാടിയത് മതി. എല്ലാരും മൗനമായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചാ മതി. പ്രസിഡന്റ്, വേഗം ആദ്യത്തെ മത്സരം എന്തിരെന്ന് പറയേ. ശരി, നിങ്ങൾ നിൽക്കി. ഞാൻ ഇപ്പം ആദ്യത്തെ മത്സരത്തിന്റെ വിവരവുമായി വരാം. പ്രസിഡന്റ്, ഒരു പ്രശ്നമുണ്ട്. എന്തൊരു പ്രശ്നം? ഇവർക്ക് എന്തൊരു കഴിക്കാൻ കൊടുക്കും? നമ്മൾ ഫുഡൊന്നും അറേഞ്ച് ചെയ്തില്ലല്ലോ. ഓ, അത് ഞാൻ മറന്നു. കുഴപ്പമില്ല, ഒരു വഴിയുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്നത്തെ മത്സരം എന്താണെന്ന് പറയാം. ഇന്നൊരു ദിവസം എല്ലാവരും പട്ടിണി കിടക്കണം. ആർക്കാണോ ആഹാരം കഴിക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാത്തത് അവർ ഈ കളിയിൽ നിന്നും പുറത്താവും. അതെന്തൊരു പ്രസിഡന്റ്, ഇത് എന്നെ ഔട്ടാകാനുള്ള പരിപാടി? നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചല്ല, എല്ലാവർക്കും കൂടി ഉള്ളത് തന്നെ. എന്തിന് പ്രസിഡന്റ്? ആഹാരം തരാൻ പൈസ ഇല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? നമ്മുടെ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരുമായിരുന്നല്ലേ. അതൊന്നുമല്ല, ഇതാണ് ആദ്യത്തെ ഗെയിം. ഇതെന്തിര്? ഇതൊന്നും ഇവിടെ ശരിയാവില്ല. അത് തന്നെ പറയണ്ട അങ്ങോട്ട്. ഞാൻ ഈ കളി ബഹിഷ്കരിച്ചിരിക്കുന്നു. എനിക്ക് പോണം. നീ വിടരുത്. കളിക്കാൻ പറ്റാത്തവർക്ക് പോകാം. പോണേന് മുന്നേ 5 ലക്ഷം രൂപ വച്ചിട്ട് വേണം പോവാൻ. അതെന്തിന്? സമ്മാനം ഒരു ഉണക്ക പട്ടുസാരിയും 5 ലക്ഷോ? നിങ്ങൾ ആരും ഇത് കേട്ടണില്ലേ? ഇത് ഇവിടുത്തെ ന്യായം. ഈ പ്രസിഡന്റ് നമ്മളെ ചതിച്ചത്. ഇതാണ് ഇവിടുത്തെ ന്യായം. പറ്റാത്തവർക്ക് പോവാം. ഓമന, നീ കേട്ടില്ല അല്ലേ? നീയാണ് ഇതിനൊക്കെ കാരണം. തോറ്റു പുറത്തു പോയ 5 ലക്ഷം രൂപ തരണോ? ഇങ്ങേർക്ക് മനസ്സിലായി ഇങ്ങനെ ആദ്യം തോക്കുമെന്ന്. മിസ്റ്റർ തങ്കം മിണ്ടല്. ഇല്ല, തോറ്റു പുറത്തു പോയ 5 ലക്ഷം രൂപ തരണ്ട. അപ്പൊ ഞാൻ തോക്കാം. ഒന്നുമില്ല. അപ്പ പോയി നിരടി ഓമനെ. നിങ്ങളൊന്ന് നിർത്തുവോ? അന്നപ്പം തൊട്ട് തുടങ്ങിയതാ. വേറെ ആർക്കോ ഈ പ്രശ്നമില്ല. നമ്മൾ നിർത്തി. അപ്പോ മത്സരം ആരംഭിച്ചിരിക്കുന്നു. എല്ലാരും എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ആഹാരം മാത്രം ഇല്ല. പട്ടിണി എടുത്തിട്ട് സമാധാനമായില്ല. എല്ലാരും എന്ത് നിക്കണേ? എവിടെയെങ്കിലുമൊക്കെ ഇരിക്കി. വിശക്കല്ല ദൈവമേ. നിനക്ക് വിശക്കണില്ലേടി? അത് പിന്നെ എങ്ങനെ വിശക്കാൻ? പട്ടുസാരിയല്ലേ മനസ്സില്. ഒരു സാരി കിട്ടുന്ന കാര്യമല്ലേ. ഞാൻ എന്തും സഹിക്കും. അപ്പച്ചാ, നിങ്ങൾ തോക്കും. കുടല് കരിയണതിന് മുന്നേ ബോധം കെട്ടാറ്റ കിടക്കി അവരെടുത്തോണ്ട് പോവും. നോക്കട്ടെ, പട്ടണ അത്രയും നോക്കാം. അയ്യോ, ഇവിടെ എന്തായി? എന്തരായി? 4 പേര് തോറ്റത്ത് കിടക്കാണ്. പ്രസിഡന്റിനെ ഇന്ന് പോലീസ് പിടിക്കും. പോടോ. അവരെ 4 പേരെയും ആള് വന്ന് കൊണ്ടുപോകും. ബാക്കിയുള്ളവർ അടുത്ത റൂമിലേക്ക് പോവേണ്ടതാണ്. ഇന്നത്തെ മത്സരം കഴിഞ്ഞു. ബാക്കി നാളെ. ഇന്ന് പട്ടിണിക്കിട്ട് നാളെ ഇനി എന്തോ